മേൽക്കൂരയിൽ അവർ രണ്ടുപേരും കുടുങ്ങി. അവർക്കൊരു എയർ ഫിൽട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കാമുകൻ അവളെ അവിടെ ഉപേക്ഷിച്ച ഫിൽട്ടർ സ്വയം ധരിച്ച് ഓടിപ്പോയി. വിഷവാതകം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ തന്നെ ഉപേക്ഷിച്ചതായി അവൾ മനസ്സിലായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് റൂഫ് ടോപ്പിലേക്ക് കയറേണ്ടി വന്നു. ഭാഗ്യവശാൽ അവൾ ഒരു പാറക്കാറ്റ് വിദഗ്ധയായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ മുകളിലെത്തി. അവൾക്ക് ദേഷ്യം തോന്നി. അവളുടെ കാമുകൻ വളരെ സ്വാർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. എന്നാൽ അപ്പോൾ തന്നെ അവളുടെ ആ ധാരണ മാറി അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. കൂടുതൽ അപകടകരമായ ഒരു പ്രദേശത്ത് മറ്റൊരു ഫിൽട്ടർ കണ്ടെത്താൻ താഴേക്ക് പോയതായിരുന്നു അയാൾ. അവൾ തന്നെ പോകാൻ അനുവദിക്കില്ലെന്ന് അയാൾ ഭയന്നതിനാൽ അയാൾ ഒറ്റയ്ക്ക് പോയി. മറ്റൊരു ഫിൽട്ടർ എടുത്ത ശേഷം അത് ധരിക്കാൻ അയാൾ അവളെ സഹായിച്ചു. പിന്നെ അവർ ഒരുമിച്ച് ഉയർന്ന നിലയിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ സുരക്ഷിതമായ ഒരു ജിമ്മിലെത്തി. പക്ഷേ അപകടം അവസാനിച്ചിരുന്നില്ല. ഗ്യാസ് ഇപ്പോഴും പതുക്കെ അവരുടെ നേരെ നീങ്ങുകയായിരുന്നു. ആ നിമിഷം അവർക്ക് എതിർവശത്ത് ഒരു ഉയരമുള്ള കെട്ടിടം അവർ കണ്ടു. രക്ഷപ്പെടാനെ അവർ ജിം ബൈറ്റുകൾ കയറിൽ കെട്ടി മറുവശത്തേക്ക് എറിഞ്ഞു. ഭാരം കുറവായ കാമുകിയോട് ആദ്യം പോകാൻ അവൻ പറഞ്ഞു. അവൾ അപ്പുറത്തെത്തിയ ശേഷം അവനും അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ താഴെയുള്ള ഒരു റെസ്റ്റോറന്റിൽ അടുക്കള വെന്റ് ഇപ്പോൾ മോണാണെന്ന് അയാൾ കണ്ടു. വെന്റിലൂടെ ഗ്യാസ് താഴേക്ക് വലിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് പിന്നിലേക്ക് പോയി. അപ്പോഴേക്കും ഗ്യാസ് അവിടെ മുഴുവൻ പടർന്നിരുന്നു. അവൻ മരിച്ചു എന്ന് അവൾ കരുതി. പക്ഷേ സുരക്ഷാ കയർ നീങ്ങി. ഒരു ഭാരമുള്ള ഇരുമ്പ് പന്ത് കുറുകെ എറിയപ്പെട്ടു. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ അപ്പുറത്തെത്തി. അവർ രണ്ടുപേരും റൂഫ് ടോപ്പിലൂടെ ഓടി. പ്രതീക്ഷിച്ചതുപോലെ ഈ പുതിയ കെട്ടിടം ഉയരമുള്ളതായിരുന്നു. വാതകത്തിന് ഇപ്പോൾ അവിടെ എത്താൻ കഴിയില്ല. സഹായത്തിനായി വിളിക്കാൻ അവർ ആകാശത്തേക്ക് ഫ്ലാഷ് ലൈറ്റുകൾ വീശി. ഒരു രക്ഷാ ഹെലികോപ്റ്റർ എത്തുമെന്ന പ്രതീക്ഷയോടായിരുന്നു അത്. എതിർ കെട്ടിടത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അവർ കണ്ടു. വാതകം അവരുടെ നേരെയാണ് പോകുന്നത്. ഒരാൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു, പക്ഷേ വീണു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് സുരക്ഷാ കയർ ഉണ്ടായിരുന്നതിനാൽ അയാൾ മരിച്ചില്ല. തുടർന്ന് മേൽക്കൂരയ്ക്ക് മുകളിൽ ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ വേഗത്തിൽ കൈവീശി. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു.